സ്വതക്ക കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിന് മാറ്റിവെക്കാതെ മുഴുവൻ സമ്പത്തും ദാനം ചെയ്യാൻ പറ്റുമോ? നബി തങ്ങൾ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം നബിയോട് പറയാണ്, നബിയെ, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നബി തങ്ങൾ അതിനെ തടഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാണ്. എങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ 2/3 ഞാൻ ദാനം ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്തും നബി തങ്ങൾ അതിനെ തടയുകയാണ്. വീണ്ടും അദ്ദേഹം എന്നാൽ പകുതി ദാനം ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തും നബി തങ്ങൾ അതിനെ സമ്മതിച്ചില്ല. നബിയെ, എങ്കിൽ ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ 1/3 ദാനം ചെയ്യട്ടെ. അപ്പം നബി തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, സമ്പത്തിൻ്റെ 1/3 ദാനം ചെയ്യണതന്നെ ധാരാളമാണ്. നിങ്ങളെ കാലശേഷം സ്വന്തം കുടുംബ ജനങ്ങൾക്കിടയിലെ ഭിക്ഷയാചിച്ച് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓരെ സമ്പന്നരാക്കി വെക്കുന്നത്. സ്വതക്ക കൊടുക്കുക എന്ന് പറയുന്നത് അത്രയും പുണ്യമുള്ള കാര്യമായിട്ട് പോലും തൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചതിന് ശേഷമാണ് ദാനം ചെയ്യാൻ ഇസ്ലാം കൽപ്പിക്കുന്നത്. ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കുടുംബത്തിന് ചെലവഴിച്ചാൽ പോലും പ്രതിഫലമുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരും.